24 മുതൽ ജൂൺ 26 വരെ ഉംറ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിവെക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം. ഹജ്ജ് തീർത്ഥാടകർ മക്കയിലെത്തി തുടങ്ങിയതോടെയാണ് ഉംറ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം. ഹാജിമാർക്ക് അനായാസം ഉംറ കർമ്മങ്ങൾ ചെയ്യാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമാണിത്. ഉംറ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിവെക്കുന്നതോടെ മക്കയുടെ പ്രവേശന കവാടങ്ങളിൽ പരിശോധനയും ശക്തമാക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകരാണ് ദിനംപ്രതി എന്നോണം മക്കയിലെത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉംറ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം. ദുൽഖഅദ് 16 അഥവാ മെയ് 24 മുതൽ ഉംറ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിവെക്കും. ദുൽഹജ്ജ് 20 അഥവാ ജൂൺ 26 വരെ ഈ നിയന്ത്രണം തുടരും. ഈ കാലയളവിൽ ഹജ്ജ് പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഉംറ ചെയ്യാൻ അനുവാദമുള്ളൂ. അതേസമയം നിലവിൽ ഉംറ വിസയിൽ സൗദിയിൽ കഴിയുന്നവർക്ക് സൗദിയിൽ നിന്ന് മടങ്ങാൻ ജൂൺ 6 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഉംറ പെർമിറ്റുകൾ നിർത്തലാക്കുന്നതോടെ പരിശോധനയും കൂടുതൽ കർശനമാകും. ജൂൺ 2 മുതൽ ജൂൺ 20 വരെ മക്കയുടെ വിവിധ ഭാഗങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ശക്തമായ പരിശോധനയുണ്ടാകും. ഈ കാലയളവിൽ ഹജ്ജ് പെർമിറ്റില്ലാത്തവരെ കണ്ടെത്തിയാൽ 10,000 റിയാൽ പിഴ ചുമത്തുമെന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. കുറ്റം ആവർത്തിക്കുന്നവർക്ക് പിഴ ഇരട്ടിയാക്കുമെന്നും ആവർത്തനങ്ങൾക്കനുസരിച്ച് പിഴ തുക 1,00,000 റിയാൽ വരെ ചുമത്തുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. കൂടാതെ 6 മാസം വരെ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. നിയമലംഘകർ വിദേശികളാണെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം നിശ്ചിത കാലത്തേക്ക് തിരിച്ചു വരാനാകാത്ത വിധം നാട് കടത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക.